പാലക്കാട് കെ മുരളീധരനായി വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിക്കണമെന്നാണ് ആവശ്യം. നയിക്കാൻ മുരളിയേട്ടൻ വരട്ടെ എന്നും പോസ്റ്ററിൽ ഉണ്ട്. വിവരങ്ങളുമായി ഗോകുൽ VS ചേരുന്നു. ഗോകുൽ, തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലായി മുരളീധരൻ അനുകൂലികൾ അങ്ങനെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതായി നമുക്ക് വിവരം ലഭിക്കുന്നതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇതാ പാലക്കാടും. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ആരാണെന്നാണ് ഈ പോസ്റ്ററിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? അതായത് നയിക്കാൻ മുരളിയേട്ടൻ വരട്ടെ എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് മുരളീധരൻ അനുകൂലമായുള്ള പോസ്റ്ററുകൾ വരുന്നത്. മുരളീധരൻ പോരാട്ടത്തിനിറങ്ങുന്നത് കൊണ്ടാണ് വടകരയിലും നേമത്തുമൊക്കെ തൃശ്ശൂരിൽ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വടകരയിൽ അദ്ദേഹം പൊരുതി നേടിയ വിജയമാണ്. അതുപോലെ തന്നെ നേമത്തെ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റർ ഉള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ പതിച്ചത് ആരാണെന്നുള്ളത് വ്യക്തമല്ല. അതിൽ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന മാത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുരളീധരൻ അനുകൂലമായ പോസ്റ്ററാണ്. പ്രധാനമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യത്തിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി മുരളീധരൻ വരണം എന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം പ്രവർത്തകർക്കും ഇടയിലുണ്ട്. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠനോടുള്ള ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് തള്ളിക്കളയാൻ കഴിയില്ല, മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഒരു വിഭാഗം പ്രവർത്തകർക്ക് മുരളീധരനിവിടെ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വ്യാപകമാകുന്നത്. ഇപ്പോൾ സിവിൽ സ്റ്റേഷന് സമീപമാണ് നമ്മൾ ഈ കാണുന്ന പോസ്റ്റർ. ഇതുപോലെ തന്നെ വിക്ടോറിയ കോളേജിന് സമീപം, അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മുരളീധരൻ അനുകൂലമായിട്ടുള്ള പോസ്റ്ററുകൾ വ്യാപകമായി തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശരി ഗോകുൽ, മുരളീധരന് അനുകൂലമായി വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോഴിതാ പാലക്കാട്ടും അങ്ങനെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. അപ്പോഴും തിരുവനന്തപുരത്തെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഈ പോസ്റ്ററുകളൊക്കെയും പ്രത്യക്ഷപ്പെട്ടത്.